ഹലോ നമസ്കാരം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്വിക്ക് വീക്ക്ലി റീഡിംഗ് ആണ്. 2-ാം തീയതി തൊട്ടിട്ട് 8-ാം തീയതി വരെ, 2-ാം തീയതി ജൂൺ തൊട്ടിട്ട് 8-ാം തീയതി ജൂൺ വരെ നിങ്ങളുടെ ലൈഫിൽ എന്താ ഉണ്ടാവാൻ പോണേ, ഈ വീക്കിൽ എന്താ ഉണ്ടാവാൻ പോണേ, അതാണ് നമ്മൾ ഇന്ന് ഈ റീഡിങ്ങിൽ നോക്കാൻ പോണത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ കാർഡ് 5 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 5 ഓഫ് കപ്സ് ഒരു പാസ്റ്റ് സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ വിഷമിക്കണ എനർജിയാണ്. പറഞ്ഞാൽ എന്തോ ഒരു പാസ്റ്റിൽ ഒരു സിറ്റുവേഷൻ വർക്ക്ഔട്ട് ചെയ്തില്ല, ഒരു പാസ്റ്റ് പേഴ്സണെ നിങ്ങൾ മിസ് ചെയ്യണു, ആ സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾക്ക് കുറെ റിഗ്രറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് വർക്ക്ഔട്ട് എന്താ ആവാത്ത, എന്താണ് അത് ശരിയാവാത്ത, അപ്പൊ അങ്ങനെ കുറെ നിങ്ങളുടെ മനസ്സിൽ തോട്ട്സ് ഉണ്ട്. ഈ സിറ്റുവേഷനിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ ഈ പേഴ്സണും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്ര തന്നെ ഫീലിങ്സ് ഉള്ളത്, അവരും നിങ്ങളെ അത്ര തന്നെ മിസ് ചെയ്യണു. ഇപ്പോൾ ഇതൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പും ആവാം. അപ്പൊ ബിസിനസ്സിൽ എന്തോ വർക്ക്ഔട്ട് ചെയ്തില്ല, പാസ്റ്റില് ഫ്രണ്ട്ഷിപ്പിൽ എന്തോ വർക്ക്ഔട്ട് ചെയ്തില്ല. അങ്ങനെയാണ് വെച്ചാൽ രണ്ട് സൈഡിനും ഇവിടെ റീകൺസിലിയേഷന്റെ ഞാൻ ഒരു സൈൻ കാണുന്നുണ്ട്. അപ്പൊ യൂണിവേഴ്സും നിങ്ങളോട് പറയണത് ഒരു തീരുമാനം എടുക്കാനാണ്. എന്നുവെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഇതുണ്ട്, അത് എനിക്ക് ഈ പേഴ്സണെ മെസ്സേജ് ചെയ്യണം, അവരുടെ കൂടെ ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കണം എന്ന്, അങ്ങനത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടെച്ചാൽ അതിനെ ഫോളോ ചെയ്യുക, മുമ്പോട്ട് പോവുക. എന്നുവെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഔട്ട്കം കുറെ സക്സസ്ഫുൾ ആണ്, പക്ഷെ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കണം. ആ ഡിസിഷൻ എടുത്ത് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് ആക്ട് ചെയ്യണം. അതാണ് ഇവിടെ മെസ്സേജ് പറയണത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്. നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിനെ.